നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം അവസാന ആഴ്ചയിൽ, അതായത് അവസാന തിങ്കളാഴ്ച 25-ാം തീയതി മുതലായിരിക്കും ആരംഭിക്കുക. പ്രതിമാസ പെൻഷൻ സഹായമായിട്ടുള്ള 2000 തന്നെയാണ് ഇപ്രാവശ്യവും ലഭിക്കുക. പെൻഷൻ തുകയിൽ പുതിയ സർക്കാർ പറഞ്ഞിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടപ്പാകുമെന്ന കാര്യങ്ങളിൽ പുതിയ മന്ത്രിസഭയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്കിൽ പോലും നടപ്പാക്കാനായിട്ട് വരുന്ന മാസങ്ങളിലൊക്കെ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന സഹായങ്ങൾ മുടക്കം കൂടാതെ വിതരണം ചെയ്യേണ്ടതുണ്ട്. പെൻഷൻ കാത്തിരിക്കുന്നവർക്ക് ഒരു പ്രധാന കാര്യം കൂടിയാണിത്. ഇനി ഇത് മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം. 2.5 ലക്ഷത്തോളം പേരാണ് നാളിതുവരെയായിട്ട് ഒരിക്കൽ പോലും വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കാത്തത്. മുൻപ് നമ്മൾ ഇതിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിട്ടുമുണ്ടായിരുന്നു. അതായത് നിലവിൽ അപേക്ഷ വെച്ച പഴയ പെൻഷൻ ഗുണഭോക്താക്കളിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കാത്തവരുണ്ട്. സർക്കാർ ആവശ്യപ്പെട്ട സമയത്ത് വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വിട്ടുപോയവർ, അവർക്കിപ്പോൾ പെൻഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള 2.5 ലക്ഷം പേരാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കണമെന്ന് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. മുൻപത്തെ സർക്കാർ നൽകിയ ഇളവുകൾ അനുസരിച്ച് 2026 ജൂൺ മാസം 30 വരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിനുശേഷം സമർപ്പിച്ചിട്ടില്ലാത്തവരെ പദ്ധതിയിൽ നിന്ന് പുറത്തേക്ക് മാറ്റും. അവർക്ക് പിന്നീട് പെൻഷൻ ലഭിക്കുന്നതല്ല. പെൻഷൻ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട നിലയിലായിരിക്കും. അതുമാത്രമല്ല, വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കുമ്പോഴും കുടുംബ വാർഷിക വരുമാനമൊക്കെ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലായി കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് പിന്നെ പെൻഷൻ ലഭിക്കുന്നതുമല്ല. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇതൊരു കാര്യം കൂടി കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇതനുസരിച്ച് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുമാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, റബ്ബർ കർഷകരുടെ പുനഃകൃഷിക്ക് വേണ്ടിയുള്ള സാമ്പത്തിക ധനസഹായം. അപ്പോൾ പരമാവധി 75,000 രൂപ വരെയൊക്കെ ലഭിക്കുന്ന ഈ ധനസഹായ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. www.keraplantation.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. 25 സെന്റിൽ കുറയാതെയും അതോടൊപ്പം തന്നെ 2 ഹെക്ടറും അതിന് മുകളിലുമൊക്കെ സ്ഥലമുള്ളവർക്കും അപേക്ഷകൾ സമർപ്പിക്കാം. 2 ഹെക്ടർ വരെയൊക്കെയാണ് പരമാവധി ധനസഹായം ലഭിക്കുന്നത് എന്നൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതും 2 ഇൻസ്റ്റാൾമെന്റുകളായി 2 ഗഡുക്കളൊക്കെ ആയിട്ടായിരിക്കും അക്കൗണ്ടിലേക്ക് തുകയെത്തുക. അപ്പോൾ പുനഃകൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരെ, പുനഃകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ഇപ്പോൾ ഈ ധനസഹായം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. റബ്ബർ കൃഷിയുമായി ബന്ധപ്പെട്ട പുതിയ തൈകൾ വാങ്ങുന്നതിൻ്റെ ബില്ലുകൾ, അതോടൊപ്പം തന്നെ കർഷകനെ സംബന്ധിച്ചും കൃഷിയെ സംബന്ധിച്ചുമുള്ള മറ്റ് വിശദ വിവരങ്ങൾ, അതിൻ്റെ എല്ലാം ഡേറ്റകൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കാർഡ് ഉടമകൾക്ക് നിലവിൽ റേഷൻ ആനുകൂല്യങ്ങളുടെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. റേഷൻ ആനുകൂല്യങ്ങൾ തുടർച്ചയായിട്ട് വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ കാർഡിൻ്റെ മുൻഗണന നഷ്ടമാകും. അതുകൊണ്ട് തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് മാത്രമല്ല, നമ്മൾക്ക് സപ്ലൈകോ വഴി വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങാം. അതിൽ പഞ്ചസാര, വെളിച്ചെണ്ണ പോലുള്ള ആനുകൂല്യങ്ങളുണ്ട്. ഉഴുന്ന്, മറ്റ് കടലകൾ, ധാന്യങ്ങൾ, അതോടൊപ്പം തന്നെ മുളക്, മല്ലിയ പോലുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. ഇവയെല്ലാം തന്നെ നമുക്ക് വാങ്ങി മടങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, സ്പെഷ്യൽ അരി ഉൾപ്പെടെയുള്ള ഗുണമേന്മയുള്ള അരി ഉൾപ്പെടെ ഈ രീതിയിൽ നമുക്ക് സബ്സിഡി റേറ്റിൽ വാങ്ങുന്നതിനുള്ള അവസരവും സപ്ലൈകോ, മാവേലി സ്റ്റോറുകൾ വഴിയൊക്കെ ഒരുക്കി തരുന്നുണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വളരെ പ്രാധാന്യം അറിയിക്കുന്ന കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.